അല്ലയോ ഹബീബായ നബിയേ, നേതാക്കന്മാരുടെ നേതാവായ നബിയേ, അത് അതിരുകടന്ന പ്രയോഗമല്ല. നബി തങ്ങൾ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, അന സയ്യിദു ഉൽദി ആദം വലാ ഫഖ്റാ, മാനവിക കുലത്തിന്റെ നേതാവ് ഞാനാണ്. അമ്പിയാക്കന്മാര് മുഴുവനും നേതാക്കളാണ്, അവരുടെ നേതാവ് നബി തങ്ങളാണ്. അതുകൊണ്ട് യാ സയ്യിദ സാദാത്തി, അമ്പിയാക്കന്മാരുടെ നേതാവായ നബിയേ, നേതാക്കന്മാരുടെ നേതാവായ നബിയേ, അർജൂ റിളാക വ അഹ്തമീ ബിഹിമാക, അവിടുത്തെ തൃപ്തി ഞാനിതാ കാക്ഷിക്കുന്നു നബിയേ. വഅഹ്തമീ ബിഹിമാക, അവിടുത്തെ പരിചരണ ഖൈമയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു നബിയേ. എന്നെ ഒന്ന് പരിഗണിക്കണേ നബിയേ. വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലീ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ നബിയേ, ഇന്നലീ ഖൽബൻ മശൂഖൻ, എനിക്കൊരു പ്രണയത്തിന്റെ ഹൃദയമുണ്ട്. ലാ യറൂമു സിവാക, മറ്റാരെയും ലക്ഷ്യം വെക്കാത്ത, തങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്ന, തങ്ങളോട് മാത്രം അനുരാഗത്തിന്റെ ശീല കൈകാര്യം ചെയ്യുന്ന ഒരു ഹൃദയം എന്റെ കയ്യിലുണ്ട് നബിയേ. എന്നെ അങ്ങ് ഏറ്റെടുക്കണേ നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ, ഇമാമുൽ ആലം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ മാത്രം മഹബ്ബത്ത് പറഞ്ഞാൽ ഒരു ലോഡ് നമുക്ക് പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലല്ലോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാം. 40 വർഷവും മദീനയിൽ ഒരു തവണ പോലും വാഹനപ്പുറത്ത് സഞ്ചരിക്കാത്ത, ചെരുപ്പ് ധരിച്ച് നടക്കാത്ത മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, അവിടുന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലത്ത് അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലാണ്. അന്നത്തെ ഭരണാധികാരിയാകുന്ന അബൂ ജഅഫറുൽ മൻസൂർ പള്ളിയിൽ വന്നു. ശബ്ദമുയർത്തിയ സമയത്തോ പള്ളിയുടെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് തർക്കിക്കുന്ന സമയമാണ്. ലമ്മാ നാദറ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫർ മാലികൻ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ചെറിയൊരു തർക്കത്തിന്റെ സ്വരത്തിൽ ശബ്ദമങ്ങ് ഉയർത്തിയപ്പോ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി ഫഇന്നല്ലാഹ അസ്സ വജല്ല അദ്ദബ ഖൗമൻ ഫഖാല ലാ തർഫഉ അസ്വാതക ഫൗഖ സൗത്തിൻ നബി. അല്ലയോ അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഭരണാധികാരി, നിങ്ങൾ വലിയ രാജ്യത്തിന്റെ നേതാവാണ്, ശരി തന്നെ. പക്ഷേ ഈ പള്ളി നിങ്ങളുടെ തർക്കത്തിനുള്ള പള്ളിയല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, അദ്ദബ ഖൗമൻ ബിഖൗലിഹി, സമുദായത്തെ മുഴുവനും ആദബ് പഠിപ്പിച്ചില്ലേ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അല്ലയോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് അദബ് പഠിപ്പിച്ചിട്ടില്ലേ? അത് ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ പള്ളിയിൽ വന്ന് ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, അന്ന് പണ്ഡിതന്മാരെ അനുസരിക്കുന്ന ഭരണാധികാരിയാണ്. ഇന്നോ പണ്ഡിതന്മാരെ അനുസരിക്കുന്ന ഭരണാധികാരികൾ ലോകത്തില്ല. അന്ന് പണ്ഡിതന്മാരുടെ വാക്ക് കേൾക്കുന്ന ഖലീഫമാരാണ്. അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി അത് അംഗീകരിച്ചു. എന്നിട്ട് അവസാനം നബിതങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്നപ്പോഴോ ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട മാലിക് ഇമാം തങ്ങളെ, അസ്തഖ്ബിലുൽ ഖിബ്ലത വ അദൂ അം അസ്തഖ്ബിലു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകുന്ന ആളുകളെ, പോയിട്ടുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധ പണ്ഡിത പ്രതിഭ
4 മുജ്തഹിദുകളിൽ പ്രധാനിയായ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അന്നത്തെ ഭരണാധികാരി ചോദിക്കുന്നു, അസ്തഖ്ബിലുൽ ഖിബ്ല അം അസ്തഖ്ബിലു റസൂലല്ലാഹ്, ഞാൻ ഖിബ്ലയ്ക്ക് മുന്നിട്ടിട്ട് ദുആ ചെയ്യണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ദുആ ചെയ്യണോ? ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ പറഞ്ഞത്, ഖബറിന് നേരെ കൈ ഉയർത്തല്ലേ, ശിർക്കായി പോകും എന്നല്ല. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലം തസ്രിഫ് വജ്ഹക അൻഹു വഹുവ വസീലതുക വസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി യൗമൽ ഖിയാമ. മോനെ, നബി തങ്ങൾക്ക് നേരെ നിന്നിട്ടല്ലേ നീ ഖുർആൻ ഓതിയത്, ഇനി അവിടുന്ന് മുഖം തിരിച്ചു കളയല്ലേ. നീ അത് നിന്റെ നേതാവാണ്. വഹുവ വസീലതുക, നിന്റെ ഇടയാളരാണ്. വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, വലിയുപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയാളരാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ എല്ലാവരുടെയും വസീലയായ നബിതങ്ങളാണ്. അതുകൊണ്ട് മുഖം തിരിച്ചു കളയല്ലേ. വസ്തശ്ഫഅ ബിഹി ഫയശ്ഫഉക റസൂലുള്ളാഹ്. മോനെ, അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഭരണാധികാരിയോട് പറയുന്നു, നബിതങ്ങളുടെ ഖബർ ശരീഫിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് ദുആ ചെയ്തോ, എന്നിട്ട് അവിടുന്ന് ശഫാഅത്ത് ആവശ്യപ്പെട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ശഫാഅത്ത് തേടിയിട്ട് നമുക്ക് നേടിത്തരും ജഅഫറേ എന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് ശിഫയിൽ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം മറാക്കിഷി മിസ്ബാഹുൽ അലാമിൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാക്കിർ തന്റെ ഇത്ഹാഫുൽ സായിറിൽ ഉദ്ധരിക്കുന്നു. ഹിദായത്തുസ് സാലിഖിൽ അസീസ് ഇസ്ബ് ഇബ്നു ജമാഅയുടെ ഹിദായത്തുസ് സാലിഖിൽ ഉദ്ധരിക്കുന്നു. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പേരിന്റെ വ്യാഖ്യാനമുള്ള ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇനി എവിടെ പറഞ്ഞു എന്ന് ബേജാറാകണ്ട. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പരിശുദ്ധരായ നബിതങ്ങൾക്ക് നേരെ നിന്നിട്ട് കൈ ഉയർത്തി ദ്വാരക്കണം. ഇന്നാ വിവരമില്ലാത്ത ആളുകൾ തട്ടിക്കളയും. എന്നിട്ട് അവരുടെ പിൻഭാഗം നബിതങ്ങൾക്ക് നേരെ നിർത്തിയിട്ട് ദ്വാരക്കും. എന്നാൽ ഇബ്നു ഹജൽ ഹൈതമി തങ്ങളുടെ സംഭവം നിങ്ങൾക്കറിയുമോ? ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ മസ്അല പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് മസ്അല പഠിപ്പിച്ചു കൊടുത്തത്? നിസ്കാരം കഴിഞ്ഞാൽ വലത്തോട്ട് ഇമാമ തിരിഞ്ഞിരിക്കണം, ഇടതുഭാഗത്ത് പിൻഭാഗം വരുന്ന രൂപത്തിൽ ഇരിക്കണം എന്ന് മസ്അല പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്ന് ഇമാമ നിന്നു. ഇമാമ നിന്ന് കഴിഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ നേരെ വിരുദ്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ പള്ളിയിലെ മിഹ്റാബിൽ ഇമാം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ വലത്തോട്ട് തിരിഞ്ഞ് ഇടതുഭാഗത്ത് പിൻഭാഗം വരുന്ന രൂപത്തിലല്ലേ ഇരിക്കാറ്. അങ്ങനെ ഇരിക്കണമെന്നാണ് ശാഫഈ മദ്ഹബിലെ മസ്അല. ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോഴോ അവിടുത്തെ ശിഷ്യന്മാര് മസ്അല ചോദിച്ചു, അല്ല ഉസ്താദെ, മദീനത്തെ പള്ളിയിലും അങ്ങനെ തന്നെയാണോ? അതേ, മസ്അല മദീനത്തെ പള്ളിയിലും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായി ഇമാമായി നിസ്കരിച്ചു. സലാം വീട്ടിക്കഴിഞ്ഞപ്പോ വസ്തഖ്ബല ഇലാ യസാരിഹി, ഇടത്തോട്ട് തിരിഞ്ഞങ്ങിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞപ്പോ അനുയായികൾ അടുത്ത് ചെന്ന് ഇബ്നു ഹജൽ ഹൈതമി തങ്ങളോട് പറഞ്ഞു, അല്ലയോ ഉസ്താദേ, മസ്അല പഠിപ്പിച്ചത് തിരിഞ്ഞിരിക്കണമെന്നല്ലേ, ഇവിടെ വന്നിട്ട് നേരെ വിരുദ്ധമായിരുന്നില്ലേ? ഫകൈഫ അസ്തദ്ബിറു റസൂലല്ലാഹ്,